കന്നുകാലി വ്യാപാരികളുടെ സമരം 18 ദിവസം പിന്നിട്ടിട്ടും പ്രശ്നത്തിൽ ഇടപെടാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നു മുതൽ പാലക്കാട് മാട്ടിറച്ചി വിൽപ്പന കേന്ദ്രങ്ങൾ അടച്ചിടും. അന്യസംസ്ഥാനത്ത് നിന്ന് കന്നുകാലി വരവ് നിന്നതോടെ ആയിരക്കണക്കിന് തൊഴിലാളികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ജൂലൈ 19 മുതൽ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കന്നുകാലി വ്യാപാരികൾ കന്നുകാലി ചന്തകൾ ബഹിഷ്കരിച്ചതോടെയാണ് സംസ്ഥാനത്ത് മാട്ടിറച്ചി ക്ഷാമം രൂക്ഷമായത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കന്നുകാലികളെ ഹനുമാൻ സേനയുൾപ്പെടെയുള്ള സംഘടനകളും മൃഗസംരക്ഷണ സംഘടനകളും തട്ടിയെടുക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇരു സംസ്ഥാനങ്ങളിലും കന്നുകാലി വ്യാപാരം നിർത്തിവെച്ച് സമരം നടക്കുന്നത്. ഇത് സംസ്ഥാനത്തെ മാട്ടിറച്ചി വിൽപ്പന കേന്ദ്രങ്ങളെ പ്രതിസന്ധിയിലാക്കി. എന്നാൽ സമരം പിന്നിട്ട് 18 ദിവസം കഴിഞ്ഞിട്ടും സർക്കാർ പ്രശ്നത്തിൽ ഇടപെടാത്തതിനെ തുടർന്നാണ് ഇന്നു മുതൽ പാലക്കാട് മാട്ടിറച്ചി വിൽപ്പന കേന്ദ്രങ്ങൾ അടച്ചിടുന്നത്. മറ്റു ജില്ലകളിൽ നേരത്തെ തന്നെ ബീഫ് വ്യാപാരികൾ സമരത്തിലാണ്. കന്നുകാലി വരവ് നിന്നതോടെ മാട്ടിറച്ചി വിപണിയെ ആശ്രയിച്ച് കഴിയുന്ന വ്യാപാരികളും തൊഴിലാളികളും കടുത്ത പ്രതിസന്ധിയിലാണ്. ഇത് കേരളത്തിൽ ഏകദേശം 5 ലക്ഷത്തോളം ഇറച്ചി വ്യാപാരം ചെയ്യുന്നവരും അതിൽ മേഖലയിൽപ്പെട്ട തൊഴിലാളി മേഖലയുള്ള ആൾക്കാരും ഏകദേശം വരുന്നുണ്ട്. അതേ മറിച്ച് ഇവിടെയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഈ 5 ലക്ഷമാണെങ്കിൽ ഇതേ നമ്മൾ അന്യ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇതിൽ കൂടുതലാണ്. മാട്ടിറച്ചി ക്ഷാമം മുതലാക്കി കോഴിയിറച്ചിക്കും മറ്റും വില വർദ്ധിപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. മാട്ടിറച്ചി ക്ഷാമം ചൂണ്ടിക്കാട്ടി ഹോട്ടലുകളിലും വിലവർദ്ധനവ് നിലവിൽ വന്നു കഴിഞ്ഞു. പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെടൽ ഇനിയും നീണ്ടാൽ സമരം ശക്തമാക്കാനാണ് വ്യാപാരികളുടെ തീരുമാനം. റിപ്പോർട്ടർ, പാലക്കാട്.